அந்த கேள்வியை நான் உங்ககிட்ட கேட்கிறேன். துர்கா. துர்காவா? துர்காஷ்டமியா? നാട്ടിലെ കണ്ടിട്ട് ചോദിച്ചതാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരി നഗുലേട്ടാ, നമുക്ക് വിളിക്കാം. So let's welcome ദുർഗ കുട്ടി on stage. ആരെ തിളങ്ങി തിളങ്ങി വരുന്നേ? അതെ, എന്തൊരു തിളക്കമാണ് നോക്കിയേ. ഹലോ ദുർഗക്കുട്ടി. ഈ ദുർഗക്കുട്ടീനെ കാണാനുണ്ടല്ലോ, ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ ശരിക്കും ചേച്ചിയെ പോലെ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച പോലെ അല്ലേ? ദുർഗു, എന്തോ ഇന്ന് ഏത് പാട്ടാണ്? ഇന്ന് അമ്മക്കിളിക്കൂടിതിൽ. ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. ഡെഡിക്കേഷൻ അല്ലേ? വെരി ഗുഡ്. ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലെ എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ എൻ്റെ അപ്പൂപ്പന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് 3 വർഷം കൊണ്ട് ഗാന്ധി ഭവൻ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള അപ്പൂപ്പനെ അമ്മൂമ്മമാരെ ഒക്കെ കണ്ടപ്പം എനിക്കൊരു കഥ ഓർമ്മ ഉണ്ട്. ഒരു വീട്ടിലൊരു അച്ഛനും അമ്മയും കുട്ടിയും പിന്നെ ഒരു അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ മുറിലോട്ടൊന്നും ഈ കുട്ടിയെ കയറ്റത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ അപ്പൂപ്പനോട് മിണ്ടാനും ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. ആ അപ്പൂപ്പൻ ആഹാരം കൊടുക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും അഴുക്കായ പാത്രത്തിനകത്തൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കാതായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ അപ്പൂപ്പൻ അങ്ങ് മരിച്ചുപോയി. അപ്പം ഈ അപ്പൂപ്പൻ്റെ സാധനങ്ങളെല്ലാം ചിതയിലിടുന്ന കൂട്ടത്തിൽ അപ്പൂപ്പൻ്റെ ഈ പാത്രം ചിതയിലിടാൻ പോയപ്പം ആ കുട്ടി അതെടുത്തു. അപ്പം അതിൻ്റെ അച്ഛൻ ചോദിച്ച്, എന്തിനാ ഈ പാത്രം നീ എടുത്തേന്ന്? അപ്പം പറഞ്ഞ്, അച്ഛനും അമ്മയും പ്രായമാകുമ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാനാണെന്ന് പറഞ്ഞു. ഞാൻ വലുതാവുമ്പം ഇങ്ങനൊന്നും എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ വീട്ടിൽ തന്നെ പൊൻപോലെ നോക്കും എന്ന് തീരുമാനമെടുത്തു. വെരി ഗുഡ്. നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് നമുക്ക് 2 അതിഥികളുണ്ട്. ഭുവനചന്ദ്രൻ സാർ, നമസ്തേ. 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 വെൽക്കം. വെൽക്കം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരുപാട് പഴയ എപ്പിസോഡുകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഓർക്കുന്നു. പിന്നെ TP മാധവൻ സാറ് അവിടെ ആയിരുന്നല്ലോ അവസാനത്തെ കാലഘട്ടങ്ങളില്, അതെല്ലാം ഓർക്കാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒത്തിരി ആൾക്കാരെ വളരെയധികം സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കുന്നതിന് പ്രത്യേകം ഈ അവസരത്തിൽ ഒരുപാട് സ്നേഹവും നന്ദിയും പറയുകയാണ്. നമ്മുടെ കുഞ്ഞിനും അവിടെ വന്നപ്പോഴത്തേക്കും അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണെന്ന്. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മൾ അത്രയും സ്നേഹിക്കുന്നതാണ്. അപ്പൊ കുഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് സ്നേഹമാണ്. അതെ, തീർച്ചയായും. ഇപ്പൊ ദുർഗമോള് പറഞ്ഞ അതാണ് ഗാന്ധി ഭവൻ നൽകുന്ന സന്ദേശം. എത്ര മാതാപിതാക്കളെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു സന്ദേശം അവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഗാന്ധി ഭവന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മോള് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ കാരുണ്യത്തിലും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മുടങ്ങാതെ തന്നെ ഗാന്ധി ഭവനിൽ വരികയും അമ്മമാരുമായിട്ട് സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമ്മക്ക് അവിടുത്തെ അച്ഛനമ്മമാരുടെ എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിഭവന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ കൊല്ലൂർ സോമരായൻ സാറ് മോള് സംഗീതത്തെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യ സ്നേഹം സംഗീതമായി ജീവിതത്തെ സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ത്യാഗം, സമർപ്പണം, അതൊക്കെ ഇന്ന് അനേകായിരങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഗാന്ധിഭവന്റെ ഒരു പ്രസക്തി. സന്തോഷമുണ്ട്, മോക്ക് പ്രാർത്ഥനയുണ്ട്. അതുപോലെ MJ ഞാനും ഈ പറയുന്നത്, ഞാൻ ഷൂട്ടിന്റെ ഭാഗമായിട്ടും അല്ലാതെ ഒക്കെ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് ഗാന്ധി ഭവൻ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പുറത്തുനിന്ന് കേൾക്കുന്നതൊക്കെയും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഭയങ്കര ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും എന്നാണ് അങ്ങോട്ട് പോകുന്നവരെയും നമ്മൾ പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോലും തിരിച്ചു പോരാൻ തോന്നത്തില്ല. അങ്ങനെ ഒരു സ്ഥലമാട്ടോ അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം അവർ വെറുതെ ഇരിക്കുന്ന ഒരു സമയമേ ഇല്ല. ഓരോ ആക്ടിവിറ്റീസ് അവിടെ കുക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ചായി, പക്ഷെ എന്നാലും എന്ത് വൃത്തിയായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അവിടുന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ. അപ്പൊ എനിക്കും ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അവര് ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ്. എന്റെ അടുത്ത് ഇടയ്ക്ക് പരാതി പറയാം, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം കൂടെ TV വെച്ച് തരാൻ പറയണം കേട്ടോ. ഫുൾ ടൈം ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ TV ഓഫ് ആക്കി വെക്കും. ഞാൻ തന്നെ ഉള്ളപ്പം ഒത്തിരി പ്രാവശ്യം നടന്നിട്ടുള്ളതാണ്. അപ്പം അമ്മമാരൊക്കെ എപ്പോഴും പറയുന്ന കാര്യം. അന്ന് വന്നതിലേക്ക് ഒരുപാട് ആളുകൾ കൂടി. ഇപ്പൊ പത്തനാപുരത്ത് തന്നെ 1500ഓളം പേരുണ്ട്. അപ്പൊ ഈ സ്ഥലപരിമിതിയൊക്കെ മനസ്സിലാക്കി നമ്മുടെ പത്മശ്രീ യൂസഫ് അലി സാറ് ഒരു 15 കോടി രൂപ മുടക്കി അമ്മമാർക്ക് വേണ്ടി ഒരു വീട് പണിഞ്ഞു തന്നു, ഒരു ബഹുനില മന്ദിരം പണിഞ്ഞു തന്നു. ഇപ്പൊ അത് അമ്മമാരിപ്പോ 2 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം 20 കോടി രൂപ മുടക്കി ഒരു മന്ദിരം
ബഹുനില മന്ദിരം പണിത് അതിന്റെ പണി പൂർത്തിയായി. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ കരുതലുണ്ട്. അതെ. ദുർഗു, എന്തോ ഞാൻ എപ്പോഴും കരുതുന്നു നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തിരിച്ച് വേറൊരു രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ചിലപ്പോൾ 10 ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കൊടുക്കുന്നില്ലേ ഇത്രയും സ്നേഹം, അതുകൊണ്ട് ദുർഗുവിന് നമ്മുടെ സ്നേഹം ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 10 ഇരട്ടി അങ്ങോട്ട് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പാട്ടിലേക്ക് കിടക്കാം. പാട്ടും സ്നേഹമാകട്ടെ. പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം അമ്മക്കിളിക്കൂട്, ഇയർ 2003, മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിക്സ് കൈതപ്പുറം ദാമോദരൻ സാർ, പാടിയത് MG ശ്രീകുമാർ സാർ. ഇതിന് ഡയറക്ടർ പത്മകുമാർ ഏട്ടനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഷിക്കാർ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പത്മകുമാർ ഏട്ടന് ഒരു നമസ്കാരം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൈസ് മോളെ, നൈസ് നൈസ് നൈസ്. താങ്ക് യു. Bama bani bama gama ga za ni za gama sa gama pa gama bani ma bani za ga za ni za ni bama ga. Bama bani bama gama ga za ni za gama sa gama pa gama bani ma bani za ga za ni bama ga. Gama bani za gama bani oh ai oh ai oh ai oh ai. Hey oh ai oh ai oh ai oh ai. The club isn't the best place to find a lover, so the bar is where I go. Me and my friends at the table doing shots, drinking fast and then we talk slow. Come over and start up a conversation with just me, and trust me, I give it a chance. Now take my hand and stop moving the man in the jukebox, and then we start to dance. And I'm singing like goat, you know I want your love. Your love was handmade for somebody like me. Come on now, follow my lead, and I may be crazy, don't mind me. Say boy, let's not talk too much. Grab on my waist and put that body on me. Come on now, follow my lead. Come on now, follow my lead. Bama bani bama gama ga za ni za gama sa gama pa gama bani ma bani za ga za ni bama ga. Gama bani za gama bani za. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ ക്യാപ്റ്റൻ എന്തുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ആയിന്ന്? താങ്ക് യു. മധു അങ്കിൾ, ഓ നമ്മൾ ഈ സിനിമയുടെ കാര്യമൊക്കെ തുടക്കത്തിൽ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് തന്നെ ഒരു നല്ല സോങ് ഇല്ലേ, ദാസങ്ങൾ പാടിയിട്ടുള്ള ഒരു പാട്ട്, അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാടിത്തരോ? വെണ്ണക്കൽ കൊട്ടാരവാതിൽ അല്ലേ? നമുക്കായി തുറക്കാം. തുറക്കൂ പ്ലീസ് മധു അങ്കിൾ, ഒന്ന് തുറക്കൂ. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും, പുതിയൊരു പുലർക്കാലം തിരിയുഴിയുകയായി, മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി, പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. ഈ പഴയ കാലത്തൊക്കെ പറയും ബലേ ഭേഷ് സബാഷ് എന്നൊക്കെ പറയാൻ അതൊക്കെ പറഞ്ഞിരിക്കുന്നു. ഭലേ ഭേഷ്. ഞാനിവിടെ ശ്വാസം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് സംഗതി വരുന്നത്. അതാ എവിടെ മധു അങ്കിളിനോ? ഈ മാർക്ക് കേൾക്കാം, ദുർഗക്കുട്ടി. Okay. So today Durgu going to be awarded 96 on 100. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പാട്ട് പേടിക്കാണ്ട് നല്ല ഉഷാറായിട്ട്, ആദ്യമായിട്ടല്ലേ നമ്മൾ ഒരാളുടെ അടുത്ത് പാവാവരുത് എന്ന് പറഞ്ഞു. ബൈ. ആയിരം രാവുകൾ കൂട്ടാൻ നിൽക്കാം.